ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അറിയായിരിക്കും ആരാണെന്ന്. അയാളും കൂടി ഇന്ന് തന്നെ അത് കൈപ്പറ്റുക. നമുക്കിനി സമയം അധികം ഇല്ല. ഇത്തവണ നമുക്ക് സമയം കുറച്ച് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സമയം എക്സ്ട്രാ കിട്ടുമ്പോൾ നമുക്ക് മടിയിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കൂടുതൽ സമയം പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നത് പോലെ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് പയ്യെ പയ്യെ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച അവസാനം പരീക്ഷയുടെ തലേന്ന് വരെ കൊണ്ടെത്തിച്ച് പാസ്സാകാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഉഴപ്പാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ 28-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 5 ദിവസമാണ് നമുക്ക് 12D ഫോം സൈൻ ചെയ്യിക്കാനായിട്ട് കിട്ടുന്നത്. 12D ഫോം വിതരണം ചെയ്ത് തിരിച്ചു വരാൻ. അപ്പോൾ 2-ാം തീയതിയാണ് നമുക്ക് ഇതിന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്, ഏപ്രിൽ 2-ാം തീയതി. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു 12D ഫോമും നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-ാം തീയതി കൊണ്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1-ാം തീയതി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് താലൂക്കിൽ അത് കളക്ട് ചെയ്ത് നമുക്ക് തിരിച്ച് RO ആയിട്ടുള്ള കളക്ടർക്ക് അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 1-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 12D കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇത് ഒപ്പിട്ട് ബലം പ്രയോഗിച്ച് ഒപ്പിടിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. 12D അല്ലെങ്കിൽ ഈ ഒരു ഹോം വോട്ടിംഗ് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഫെസിലിറ്റി മാത്രമാണ്. അതായത് അവർക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ, 85 വയസ്സ് കഴിഞ്ഞ ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് നമ്മളെക്കാളും ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് 85 വയസ്സ് കഴിഞ്ഞ്, അവർ ഈസി ആയിട്ട് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി PWD ആണെങ്കിലും ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ബൂത്തിലേക്ക് നടന്നു പോകാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് 12D ഒപ്പിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അവർ ബൂത്തിലേക്ക് തന്നെ പോകണം. നമുക്ക് ബൂത്തിൽ പോകുന്നതാണ് ഏറ്റവും എളുപ്പം, കാരണം ഏറ്റവും സുതാര്യമായിട്ട് നടക്കുന്നത് ബൂത്തിൽ പോകുന്നതാണ്. അങ്ങനെ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്ക് 12D സൈൻ ചെയ്ത് വാങ്ങാം.